മനു ഈ ഒരു സംഭവം കൊണ്ടുണ്ടല്ലോ കുറച്ച് കാശ് അക്കൗണ്ടിൽ കയറി. അത് കൊള്ളാല്ലേ? കിട്ടുവോ? ആടെ ഇതെന്താടാ ഫോണുമ്മ കുത്തി കളിക്കുന്നേ? കൊറേ നേരമല്ലോ. ബുദ്ധിമുട്ടായി. വ്യാജമദ്യം കഴിച്ച് രണ്ടുപേർ ആശുപത്രിയിൽ എന്നൊക്കെയാ സോഷ്യൽ മീഡിയയില് സംഭവം എന്തായാലും വൈറലായിട്ടുണ്ട്. ആരാ വൈറലാക്കിയത്? ജ്യോതിലാൽ. ഈ ജ്യോതിലാൽ. നിന്റെ 3 ഇന്റർവ്യൂ ആണ് നഷ്ടമായത്. നന്നായി. പണിയിട്ടോ? അണക്കെന്തിനാണോ ഇഞ്ഞു പണി? എന്നാ അതൊക്കെ വലിച്ചുവിടെ ഇങ്ങനെ ഇരുന്നൂട്. അതെ ആഷിക്കേട്ടാ ഈ നസീർ മധു എന്ന് പറഞ്ഞുള്ള കള്ളൂടി നടക്കൂലട്ടോ. സോമരസാടി നമ്മളെ കോഡ് മാറ്റല്ലേ? അതാണോ പ്രാധാന്യോ? അതിനാരാ ഹോസ്പിറ്റലിൽ വെള്ളം അടിക്കുന്നേ? എടാ കുട്ടി വെള്ളടി നിർത്തുന്ന കാര്യമല്ലോ പറഞ്ഞു. ആ നിർത്തിയില്ലേ? വരൂ വരൂ കിടന്നു വരൂ. ഭയങ്കര സന്തോഷത്തിലാണല്ലോ. ഈ നമ്മളോട് പറയാണ്ട് കല്യാണം കഴിച്ചോ? ഞങ്ങൾ ലിവിങ് ടുഗദർ 6 മാസം. കാണിപ്പയ്യൂർ പറഞ്ഞിട്ട് അത് കൈൻഡ് കിട്ടിയാൽ മതി. അതാണല്ലോ ഫാഷൻ. ലിവിങ് ടുഗദർ. ഇവിടെ വരുന്ന സമയത്ത് പ്രേമേട്ടനെ കണ്ടു. അപ്പം ഞങ്ങളിങ്ങ് ഒരുമിച്ച് വന്നു. അതാണ്. കുഴപ്പമില്ല. അല്ല നീ അരക്കിലോ നാരം കൊണ്ട് വന്നിട്ട് എന്നെ തിന്ന് തീർക്കുക? എടോ വരുന്ന വഴിക്ക് നല്ല ഓറഞ്ച് കണ്ടപ്പോൾ തിന്നാനൊരു പൂതി, അങ്ങനെ വാങ്ങിയതാണ്. വരുന്ന വഴിക്ക് ഒരു 5 കിലോ ആപ്പിൾ വാങ്ങിക്കൂടെ? ആ പൈസനെ കൊണ്ട് 5 ഫുള്ള് വാങ്ങാം. ഒന്നിങ്ങ ഇങ്ങോട്ടാ എന്റെ മുത്തിരി കൊടുക്കല്ലേ. എങ്ങനെ തിന്നെ എനിക്കൊന്നും വേണ്ടേ? കൊടുക്ക്. ഓള് തിന്നണ്ട. ഓള് ലിവിങ് ടുഗദറിലാ. വേണ്ട കേറ്റിക്കോ. എടോ ദിവസം 2 പെഗ് കഴിക്കാന്നാണ് ഡോക്ടർമാർ പറയുന്നത്. അതെന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന പച്ചക്കറിയിലും മീനിലൊക്കെ വിഷം പോകാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ കണ്ടമാനം വാരി വെച്ച് കുടിക്കല്ല. ഇത് ഓടാണ്ട് ഉപയോഗിക്കാറ്. അപ്പൊ ശരി, ഓക്കെ. അല്ല മാനു, നിങ്ങൾ കുറച്ചൊരു തുനിഞ്ഞ് ഇറങ്ങിയിരിക്കുകയാണല്ലേ എന്നെ അപമാനിക്കാൻ. ജീവിച്ച് പൊക്കോട്ടടോ. എന്റെ ശരിക്കുള്ള മുഖം അറിയോടാ ജനങ്ങള്. നീ ആദ്യം എൻ്റെ ഈ മുഖം തിരിച്ചറിയും, എന്നിട്ട് മതി അവൻ്റെ ഒരു ജനങ്ങളെ അറിയിക്കലും. എടാ ഞാൻ വിറ്റ വ്യാജമദ്യം കഴിച്ചാൽ നീ ആശുപത്രിയിലാണെങ്കിൽ ഇവിടെ എത്ര പേര് ആശുപത്രിയിലാവണം? എവിടെ ഞാനൊന്നും കാണില്ലല്ലോ. കാണാം. ഇതൊക്കെ ഇവളുടെ ബുദ്ധിയാണല്ലേ. ആയിക്കോട്ടെ ഓട്ടെ. അയ്യോ ഡോക്ടർ ഇടി ആരെങ്കിലും പോലെ അപ്പുറത്ത് വെച്ചേ. ഹായ് മനു. ഹായ് ഡോക്ടർ. ഹൗ ആർ യു? ഫൈൻ. എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, സുഖമായിട്ട് പോകുന്നു. കുഴപ്പമൊന്നുമില്ല അല്ലേ? വേദനയുണ്ടോ? വേദന കുറച്ചുണ്ട്. ഇവിടെ അതെല്ലേ, ഉറങ്ങില്ലേ ഇന്നലെ? ചെറിയ കുറവായിരുന്നു. ഉറക്കം വരുന്നുണ്ടാവില്ല അല്ലേ? ഇല്ല. സാരല്ല, എല്ലാം ശരിയാക്കാം കേട്ടോ ഡോക്ടർ. സിസ്റ്റർ. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ എങ്ങനെ? ഓക്കെ അല്ലേ? നന്നായിരുന്നു ഡോക്ടർ, നന്നായിരുന്നു. ശ്വാസം ഒന്ന് നീട്ടി വലിച്ചേ. സിസ്റ്റർ IV ഫ്ലൂയിഡ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. DNS സ്റ്റാർട്ട് ചെയ്തു. പോളിബയോൺ ഇല്ലേ? ഇല്ല, കൊടുക്കാം. ഇടയ്ക്കൊന്ന് നോക്കണം കേട്ടോ. ഓക്കെ. പൾസും BP ഒക്കെ എങ്ങനെയുണ്ട്? നോർമലാണ്. ഓ ഓക്കെ റൈറ്റ്. താങ്ക് യു ഡോക്ടർ. ശരി ഡോക്ടർ, ഒരു ഡി അഡിക്ഷൻ സെന്റർ തുടങ്ങണമെന്നുണ്ട്. ഓ ഡി അഡിക്ഷൻ സെന്റർ തുടങ്ങുക എന്ന് പറഞ്ഞാൽ അത്ര ഈസിയായ ഒരു കാര്യമൊന്നുമല്ല. ആദ്യം നമുക്ക് ഇവനെ രക്ഷപ്പെടുത്താൻ നോക്കാം, അതിനുശേഷം നമുക്ക് ഡി അഡിക്ഷൻ സെന്റർ ഒക്കെ തുടങ്ങാം. സാറേ പോകാൻ പറ്റുമോ? നിന്റെ കാര്യം കുറച്ച് കടുപ്പ, ഇതിലും വലിയ കാര്യ ആയിട്ടില്ല. എനിവേ പെട്ടെന്ന് വിടാട്ടോ. തിരക്കുണ്ടോ പോയിട്ട്? ചെറിയ തിരക്കുണ്ട്. എന്താ ഷാപ്പുകാരൻ കാത്തിരിക്കുന്നുണ്ടാവൂല്ലേ?